ആട്ടിൻകുട്ടികളിൽ ഉണ്ടാകുന്ന ഗോയിറ്റർ രോഗത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അയോഡിൻ്റെ കുറവ് മൂലം തൈറോയിഡ് ഗ്രന്ഥികൾ അസാധാരണമായി വീർക്കുന്നതാണ് ഈ അസുഖം. ഈ രോഗം സാധാരണയായി നവജാത ശിശുക്കളിലാണ് കൂടുതലായിട്ട് കാണുന്നത്. ഈ അസുഖം വരുന്നതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ഗർഭിണിയായിരിക്കുന്ന ആടുകൾക്ക് അവരുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള അയോഡിൻ ലഭ്യമല്ല എങ്കിൽ അവരിൽ നിന്ന് ജനിക്കുന്ന കുട്ടികൾ ഈ അസുഖം കാണും. രണ്ട്, അയോഡിൻ്റെ കുറവ് മൂലം തൈറോയിഡ് ഗ്രന്ഥികൾക്ക് ആവശ്യമായിട്ടുള്ള ഹോർമോൺ ഉൽപ്പാദനം കുറയുന്നതും ഒരു കാരണമാകാം. മൂന്ന്, ഗോയിറ്റർ രോഗം ഉണ്ടാക്കുന്ന ഇലകൾ ഭക്ഷിക്കുന്നത് മൂലം, പ്രധാനമായിട്ടും പച്ചക്കറി കടകളിൽ നിന്നൊക്കെ ലഭിക്കുന്ന ഇലകൾ, കോളിഫ്ലവർ, ക്യാബേജ്, മൂളി, സോയാബീൻ ഇവയൊക്കെ ശരീരത്തിൽ അയോഡിൻ്റെ കുറവ് ഉണ്ടാക്കുന്ന ഇലകളാണ്. ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? കഴുത്തിൽ നീര് വയ്ക്കുക, തൈറോയിഡ് ഗ്രന്ഥികൾക്ക് അസാധാരണമായി വലിപ്പം ഉണ്ടാവുക, കുട്ടികളിലൊക്കെ ആണെങ്കിൽ ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട്, ആവശ്യത്തിനുള്ള വളർച്ച കുറവ്, ഇതൊക്കെ ലക്ഷണങ്ങളായിട്ട് വരും. ഇതിന് പ്രതിവിധിയായിട്ട് പറയുന്നത്, ഒന്ന്, ആട് ഗർഭവതിയായിരിക്കുമ്പോൾ അതിന് അയോഡിൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണം നൽകുക എന്നുള്ളതാണ്. രണ്ട്, അയോഡിൻ സപ്ലിമെൻറ്റ്, പൊട്ടാസ്യം അയോഡൈഡ്, അയോഡിൻ ചേർന്ന ഉപ്പ്, ഇതൊക്കെ ആടുകളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. മൂന്ന്, അയോഡിൻ്റെ കുറവ് കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ വെറ്റിനറി ഡോക്ടറുടെ സഹായത്താൽ ആവശ്യമായിട്ടുള്ള അളവിൽ സോഡിയം അയോഡൈഡ് ഇഞ്ചക്ഷനായിട്ട് നൽകാവുന്നതാണ്. നാല്, ജനിച്ച ശേഷം കുട്ടികളിൽ ഈ തൈറോയിഡ് ഗ്രന്ഥികൾ വീക്കം കാണുക അല്ലെങ്കിൽ ഗോയിറ്റർ രോഗം ഉണ്ടാവുകയാണെങ്കിൽ അയോഡിൻ സപ്ലിമെൻറ്റോ അല്ലെങ്കിൽ ഗുളികകളോ അതോ അല്ലെങ്കിൽ ഹോമിയോ മരുന്നുകളോ നൽകാവുന്നതാണ്. പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം, ആടുകൾക്ക് കൊടുക്കുന്ന കൈത്തീറ്റയിൽ അയോഡിൻ ചേർത്ത ഉപ്പ് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. എല്ലാ ആടുകളിലും അവർ കൊടുക്കുന്ന ഭക്ഷണത്തിൽ ഉപ്പ് ചേർത്ത് നൽകുക. പ്രത്യേകിച്ചും ആടുകൾ ഗർഭിണിയായിരിക്കുന്ന അവസ്ഥയിൽ തീർച്ചയായിട്ടും ഇത് നൽകേണ്ടതാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ ജനിക്കുന്ന ആട്ടിൻകുട്ടികളിൽ ഈ അയോഡിൻ്റെ കുറവ് മൂലമുള്ള ഗോയിറ്റർ രോഗത്തെ പ്രതിരോധിക്കാവുന്നതാണ്. താങ്ക് യു.